എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കാക്കനാട് മൗണ്ട് സെൻറ്റ് തോമസ് മ്യൂസിയമിലാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മളുടെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ റെവറൻഡ് ഫാദർ ജോജി കല്ലിങ്ങൽ ഫാദറിനെയാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം. ഇത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന കേന്ദ്രമാണ്. ദി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയ, മൗണ്ട് സെൻറ് തോമസ്, കാക്കനാട്. ഇതിൻ്റെ ഒരു പഠന കേന്ദ്രമാണ് ലിറ്റർജിക്കൽ റിസർച്ച് സെൻറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം, ദൈവശാസ്ത്രം, ചരിത്രം, പൈതൃകം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിവിടുന്ന് പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇതിനകം 32 പുസ്തകങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്തു. വർഷത്തിൽ 2 ജേണൽ നമ്മൾ ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നു. കൂടാതെ മാർവാലാഹ് അക്കാഡമി, സിറിയക് അക്കാഡമി, സുറിയാനി പഠനത്തിന് വേണ്ടി ഒരു അക്കാഡമി സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ഇവിടെ നമുക്കൊരു മ്യൂസിയം ഉണ്ട്, സെയിൻറ്റ് തോമസ് ക്രിസ്ത്യൻ മ്യൂസിയം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയുള്ള ഉത്തരവാദിത്വമാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് എൻ്റെ ഇവിടുത്തെ ശുശ്രൂഷ. ഇവിടെ ധാരാളം പേര് മ്യൂസിയം കാണാൻ വരുന്നുണ്ട്. നമ്മളിവിടുന്ന് പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പഠന ഗ്രന്ഥങ്ങളാണ്. സാധാരണ ഒരു പോപ്പുലർ റീഡിങ് പോലെയുള്ള പുസ്തകങ്ങൾ നമ്മൾ ഇവിടുന്ന് പബ്ലിഷ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ എന്താ പറയുക, ഒരു മൂല്യമുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ നമ്മുടെ സഭയുടെ ഈ പൈതൃകത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഏതാണേലും നിങ്ങളിവിടെ വന്നതിലേക്ക് സന്തോഷം. എന്നെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചതിലും സന്തോഷം. സഭയെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഈശോ ചരിത്രപുരുഷനാണ് എന്ന പഠനം നാം നടത്തുകയുണ്ടായി. മറ്റ് ലോക നേതാക്കളിൽ നിന്ന്, ചരിത്രപുരുഷന്മാരിൽ നിന്ന് ഈശോയെ വ്യത്യസ്തനാക്കുന്ന ഘടകം എന്താണ്? അതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ വിഷയം. ഈശോ ദൈവമായിരുന്നു എന്നതാണ് അതിൻ്റെ ഒറ്റ ഉത്തരം. ഈശോ 33 വർഷം ഈ ലോകത്തിൽ, ഈ ചരിത്രത്തിൽ ജീവിച്ചു. പക്ഷേ വെറും മനുഷ്യനായിട്ടല്ല ജീവിച്ചത്, ദൈവവും മനുഷ്യനുമായിരുന്നു ഈശോ. ഈ യേശു ദൈവമായിരുന്നു എന്നത് എങ്ങനെ മനസ്സിലാക്കാം എന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ പ്രബോധനം അനുസരിച്ച് ഈശോ ദൈവമായിരുന്നു എന്നുള്ള ആ പഠനത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവിക വെളിപാട് എന്ന അർത്ഥത്തിലാണ്. ദൈവാവിഷ്കാരം എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാട് എന്താണത്? ദൈവം തന്നെ പൂർണ്ണമായും മനുഷ്യർക്ക് ബോധ്യമാകുന്ന രീതിയിൽ വെളിപ്പെടുത്തുന്നു. സാധാരണ മനുഷ്യർ ഒത്തിരി പരിമിതിയുള്ളവരാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ സാധ്യമല്ല, പ്രത്യേകിച്ചും ദൈവിക കാര്യങ്ങൾ. അപ്പോൾ ദൈവം എന്താ തീരുമാനിച്ചത്? മനുഷ്യന് മനസ്സിലാകാവുന്ന രീതിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചുകൊണ്ട് ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ ദൈവം തീരുമാനിക്കുന്നിടത്താണ് ഈ വെളിപാട് ആരംഭിക്കുന്നത്. നമുക്കിതിനെ പല തലങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ദൈവിക വെളിപാട് ഈ പ്രപഞ്ചത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ സൃഷ്ടികർമ്മത്തിലൂടെയാണല്ലോ. ദൈവമാണ് സൃഷ്ടാവ്. സൃഷ്ടാവായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു, പക്ഷിമൃഗാദികളെ സൃഷ്ടിക്കുന്നു.
ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടവസ്തുക്കളും ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭാഗികമായ വെളിപാടുകളാണ്, പാർഷ്യൽ റെവലേഷൻ. പക്ഷേ ആ സൃഷ്ടവസ്തുക്കളൊന്നും ദൈവമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. പക്ഷെ നമ്മൾ പറയും ഈ പ്രപഞ്ചം, ഈ പരിസ്ഥിതി അത് ദൈവത്തിൻ്റെ ആണെന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. മനുഷ്യരായി നമുക്കത് നശിപ്പിക്കാനുള്ള അവകാശമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സൃഷ്ടവസ്തുവായ ഈ പ്രപഞ്ചത്തിൽ, പ്രപഞ്ച സൃഷ്ടവസ്തുക്കളിൽ ദൈവത്തിൻ്റെ അംശമുണ്ട്. അതാണ് ഭാഗികമായ ഒരു വെളിപാട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടകർമ്മത്തിൽ അവസാനം ദൈവം സൃഷ്ടിക്കുന്നത് മനുഷ്യനെയാണ്. പക്ഷെ മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അവിടെ പറയുമ്പോൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് സൃഷ്ടവസ്തുക്കളെക്കാളൊക്കെ ഉപരിയായ ഒരു പ്രത്യേകത മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിലുണ്ട്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് എന്ന് പറഞ്ഞാൽ എന്നിലും നിങ്ങളിലും ദൈവത്തിൻ്റെ അംശമുണ്ട്, ഛായയുണ്ട്, സാദൃശ്യമുണ്ട്. പക്ഷേ നമ്മളാരും ദൈവങ്ങളല്ല. നമ്മളെ നോക്കി ആരും ദൈവം എന്ന് പറയാറില്ല. അപ്പോൾ പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കളും മനുഷ്യൻ ഉൾപ്പെടെയുള്ള സൃഷ്ടവസ്തുക്കൾ ദൈവത്തിൻ്റെ ഭാഗികമായ വെളിപാടാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താണ്? ദൈവം മനുഷ്യനായി അവതരിക്കുന്നതാണ്. അതാണ് യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്നത്. ഈശോ നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു എന്ന് വരികിലും ഈശോ ദൈവവുമായിരുന്നു. അപ്പോൾ ദൈവം എന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം? മനുഷ്യനെ രക്ഷിക്കാൻ വിണ്ണിൽ മറഞ്ഞിരുന്ന് സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം മനുഷ്യരോട് കൂടെ വസിച്ച് അവരിൽ ഒരുവനായി തീർന്ന് മനുഷ്യന് രക്ഷ നൽകാൻ ഒരു പദ്ധതി ഇടുകയാണ്. അതിൻ്റെ പൂർത്തീകരണമാണ് മനുഷ്യാവതാരം എന്ന് പറയുന്നത്. വചനം മാംസം ധരിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നീട് നമ്മൾ വായിക്കുന്നത് എന്താ? വചനം മാംസം ധരിച്ച് വിണ്ണിൽ അവതരിച്ചു, മനുഷ്യനായി പിറന്നു. അതിനെയാണ് നമ്മൾ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ അതാണ് ദൈവാവിഷ്കാരം. യേശു ക്രിസ്തുവിൽ ദൈവം തൻ്റെ അന്തസത്ത പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഈശോയെ നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നു. നമ്മളെപ്പോലെ തന്നെ മനുഷ്യനാണ് എങ്കിലും ഈശോയെ നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തെ പൂർണ്ണമായും 33 വർഷക്കാലം ഈ ലോക ചരിത്രത്തിന് സംലഭ്യമായി. എന്നെയും നിങ്ങളെയും പോലെയൊക്കെ സാധാരണ മനുഷ്യരെ പോലെ സംസാരിച്ച് ഈ ലോകത്ത് ജീവിച്ച് അന്ന് കൂടെയുണ്ടായിരുന്നവർക്കൊക്കെ തൊടാനും സംസാരിക്കാനും അടുത്തു വരാനൊക്കെ സാധ്യമാകുന്ന രീതിയിൽ ദൈവം സംലഭ്യനായിരുന്നു 33 വർഷക്കാലം. അത് വലിയൊരു ഭാഗ്യമാണ്. അതാണ് വാസ്തവം പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്. സഭയുടെ ഉത്ഭവത്തെക്കുറിച്ചും ഈ വെളിപാടിൻ്റെ കൈമാറ്റത്തെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയും കേട്ടോ. ഞാൻ നേരത്തെ കൂട്ടിയൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദൈവത്തെ നമുക്ക് നമ്മളെപ്പോലെ തന്നെ സംലഭ്യനായി എന്നതാണ് ഏറ്റവും വലിയ നമ്മുടെ ഭാഗ്യം, ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. കാരണം ഈ ദൈവം തന്നെ തന്നെ സംലഭ്യനാക്കിയത് എന്തിനു വേണ്ടിയാണ്? നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ വളർന്നാൽ പിന്നെ നമുക്ക് ടെൻഷൻ്റെ ആവശ്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. എന്നോർത്ത് തോന്നിവാസത്തോടെ ജീവിക്കാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മെ രക്ഷിക്കാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്കൊരു സംശയം തോന്നാം, 33 കൊല്ലല്ലേ ഈ ദൈവം കൂടെ ഉണ്ടായിരുന്നുള്ളൂ,
ഇപ്പോൾ നമുക്ക് എങ്ങനെയായി രക്ഷ സാധിക്കുക? ആള് മരിച്ചു, ഉത്ഥാനം ചെയ്തു, നമുക്കിപ്പോൾ സംലഭ്യനാണോ അല്ലയോ? ഇതൊക്കെ നമ്മുടെ ഈ സംശയത്തിൻ്റെ ഭാഗമായി വന്നേക്കാം. ഈ സംശയത്തിനുള്ള ഉത്തരമാണ് ഇതിൻ്റെ വിശദീകരണം. എന്ന് പറഞ്ഞാൽ എന്താ? 33 കൊല്ലം ജീവിച്ച ഈശോ അവസാനത്തെ 3 വർഷം എന്താ ചെയ്തേ? ആൾക്കറിയാം, ആള് സാധാരണ മനുഷ്യരെ പോലെ തന്നെ മരിക്കും, ഈ ലോകത്തു നിന്ന് പോകേണ്ടി വരും. പക്ഷേ ലോകാവസാനത്തോളം തന്നിൽ വെളിവാക്കപ്പെട്ട ദൈവത്തിൻ്റെ ആവിഷ്കാരം, ദൈവിക വെളിപാട് ഈ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി 12 സ്ലീഹന്മാരെ തെരഞ്ഞെടുത്ത് തന്നിൽ പൂർത്തീകരിച്ച ഈ വെളിപാട് ഈ സ്ലീഹന്മാർക്ക് കൈമാറി കൊടുത്തു. എന്ന് പറയുമ്പോൾ ഈ സ്ലീഹന്മാർക്ക് പരിപൂർണമായും യേശുവിൽ വെളിവാക്കപ്പെട്ട ദൈവത്തെ ഈശോ തന്നെ പകർന്നു നൽകി എന്നാണ് അതിനർത്ഥം. അത് ഏത് രീതിയിലാണ് പകർന്നു നൽകിയത്, ഏത് രീതിയിലാണ് അത് കൈമാറ്റം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. 12 സ്ലീഹന്മാരുടെ ആ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭയുടെ ഏറ്റവും ആദ്യത്തെ രൂപം. നമ്മളതിനെ പറയുക അപ്പസ്തോലിക സമൂഹം എന്നാണ്. വെറുതെ അങ്ങ് തിരഞ്ഞെടുക്കുകയല്ല ചെയ്ത കേട്ടോ. തെരഞ്ഞെടുത്ത് കൂടെ നടത്തി പഠിപ്പിച്ച് മാതൃക നൽകി. അതിൻ്റെ സാക്ഷ്യമാണ് സുവിശേഷങ്ങൾ. 4 സുവിശേഷം വായിച്ചാൽ നമുക്ക് ഈശോ തെരഞ്ഞെടുത്ത ശിഷ്യന്മാർക്ക് നൽകിയ പരിശീലനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഊണിലും ഉറക്കത്തിലും എന്ന് പറയുന്നത് പോലെ നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. ഈശോ വിളിച്ച പാടെ ശിഷ്യന്മാരൊക്കെ എന്താ ചെയ്തേ? അവരവരായിരുന്നതൊക്കെ ഉപേക്ഷിച്ചു. വള്ളം നന്നാക്കിക്കൊണ്ടിരുന്നവർ അത് ഉപേക്ഷിച്ചു. മീൻ പിടിക്കാൻ പോയിരുന്നവർ മീൻപിടുത്തം മാത്രമല്ല ഉപേക്ഷിച്ചത്, അതിൻ്റെ ഉപകരണങ്ങളടക്കം ഉപേക്ഷിച്ചു. ചുങ്കം പിരിച്ചിരുന്നവൻ ആ ജോലി ഉപേക്ഷിച്ചു. നമ്മൾ വിശദമായിട്ട് പഠിക്കുമ്പോൾ അത് മനസ്സിലാവും. അപ്പോൾ ഈ 12 പേരും തങ്ങളുടേതായ എല്ലാ നിലകളും അവസാനിപ്പിച്ച് ഈശോയുടെ പിന്നാലെ പോയി. അതിന് പക്ഷെ ഫലമുണ്ടായി. ഈശോ അവരെ ഈ വെളിപാട് ഏറ്റെടുക്കാൻ പഠിപ്പിക്കുകയായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനത്തിൽ ഇവരിത് പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യം ഈശോ ചോദിച്ചറിയുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം എന്നാണ് ആ സുവിശേഷ ഭാഗത്തിൻ്റെ ശീർഷകം. പത്രോസെ, ഞാൻ ആരാണെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയണത്? പത്രോസിന് അതൊരു സാധാരണ ചോദ്യമായിട്ട് തോന്നി. അവസാനത്തെ ചോദ്യം എന്താ? ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? പത്രോസ് സ്ലീഹന്മാരുടെ ഒരു പ്രതിനിധിയായിരുന്നു, നേതാവായിരുന്നു. എല്ലാ സ്ലീഹന്മാർക്കും വേണ്ടി പത്രോസ് പറഞ്ഞ മറുപടിയാണ് സഭയുടെ അടിസ്ഥാനം. അതെന്താ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താ? മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. ഇതാണ് വെളിപാട്. പിതാവായ ദൈവം ക്രിസ്തു ആരാകുന്നു എന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ശിഷ്യന്മാർക്കുൾപ്പെടെ. അപ്പോൾ ഈശോ പറഞ്ഞു, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും. അവിടെയാണ് പ്രിയമുള്ളവരെ സഭയുടെ ആരംഭം. അപ്പോൾ സഭ ആരംഭിക്കുന്നത് തന്നെ ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ വെളിപാട് ഏറ്റെടുത്തുകൊണ്ടാണ്. ഏതാ വെളിപാട്? ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാകുന്നു, രക്ഷകനാകുന്നു. ഇനി സഭയുടെ ദൗത്യം എന്താ? ഈ രക്ഷകനെ ലോകം മുഴുവൻ കൊണ്ടു നടക്കുക, ലോകാവസാനത്തോളം കൈമോശം വരാതെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞേ, നിങ്ങൾ പോകുക, ലോകത്തിൻ്റെ അങ്ങേ അറ്റം വരെ പോകണം, സുവിശേഷം പ്രഘോഷിക്കുക. എന്താ സുവിശേഷം? സദ്വാർത്ത. ദൈവം വിണ്ണിൽ അവതരിച്ചു. അതാണല്ലോ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന
പഠിക്കുന്ന ചിന്ത അതാണ്. ദൈവം ജനിച്ചിരിക്കുന്നു. പൂജാരാജാക്കന്മാർ ആരാധിക്കാൻ പുറപ്പെട്ടത് ഈ ഒരു ദർശനം കിട്ടിയിട്ടാണ്. ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു. ഇത് സഭയുടെ അടിസ്ഥാനപരമായ പ്രബോധനമാകയാൽ പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ചും ഞാനിത് ആഹ്വാനം ചെയ്യുക നമ്മുടെ യുവജനങ്ങളെയാണ്. കാരണം ഇന്നത്തെ കാലത്ത് കുറേയേറെ സംശയങ്ങളുണ്ട്. നമ്മുടെ ഈ വ്യത്യസ്തങ്ങളായ സഭകൾ, സെക്റ്റുകൾ, ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന സമൂഹങ്ങൾ. അപ്പോൾ സാധാരണ രീതിയിൽ സെമിനാരികളിലൊക്കെ ദൈവശാസ്ത്രം പഠിച്ച വൈദികരോ അല്ലെങ്കിൽ അൽമായരോ പ്രേക്ഷിതരോ ഒക്കെ ഒഴികെ ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കരമായ ആശയക്കുഴപ്പങ്ങളുണ്ട്. ആ ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ ഒരു പക്ഷേ കൃത്യമായ ഉത്തരം നമുക്ക് ലഭിക്കണമെങ്കിൽ സഭയുടെ ഈ പൈതൃകത്തെക്കുറിച്ച്, ഈ സമ്പത്തിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. ഏറ്റവും വലിയ സമ്പത്ത് ദൈവത്തെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തെ പകർന്നു കൊടുക്കുക, അത് നമ്മുടെ കടമയാണ്. നമ്മുടെ എന്ന് പറയുന്നത് സഭയുടെ കടമയാണ്. മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാവരുടെയും കടമയാണ്. അത് സുവിശേഷ പ്രഘോഷണത്തിലൂടെ മാത്രമല്ല, ജീവിതത്തിലൂടെയും. പ്രഘോഷണം മാത്രം ഒന്നിനും ഉപകാരപ്രദമല്ലല്ലോ. തീർച്ചയായിട്ടും കുറേ അറിവ് കിട്ടാൻ പ്രധാനപ്പെട്ടതായിരിക്കാം. അപ്പോൾ ജീവിതം കൊണ്ട് എന്ന് പറയുമ്പോൾ പ്രേക്ഷിത മേഖലകളിൽ പോയി ജീവിക്കുക എന്നുള്ളത് മാത്രമല്ല കേട്ടോ. കുടുംബങ്ങളിൽ ഇപ്പോൾ യുവജനങ്ങളായിരിക്കുന്ന നിങ്ങൾ, അതല്ലെങ്കിൽ കുടുംബജീവിതക്കാർ, അവരുടേതായ തലങ്ങളിൽ ജീവിക്കണം. എന്ത് ജീവിക്കണം? ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ പകർന്നു കൊടുത്ത് ജീവിക്കണം. അപ്പോൾ അത് വലിയൊരു സുവിശേഷ പ്രഘോഷണമാകും. ഈ സഭയുടെ പൈതൃകം ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ വാക്കിലും പ്രവൃത്തിയിലും പകർന്നു കൊടുക്കുന്ന ഒരു ചൈതന്യം സഭാമക്കളായ നമുക്കെല്ലാവർക്കും ഉണ്ടാകുമ്പോൾ അതാണ് നമ്മുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. അതാണ് സുവിശേഷവൽക്കരണം, വാഞ്ചലൈസേഷൻ. അതാണ് ഏറ്റവും വലിയ പ്രേക്ഷിതത്വം. സ്വർഗം ലഭിക്കാൻ പരലോകത്തിലേക്കുള്ള രക്ഷയെക്കുറിച്ചാണ് ഈശോ പഠിപ്പിച്ചത്. അത് ആത്മാവിൻ്റെ രക്ഷയാണ്. സത്യത്തിൽ മനുഷ്യരായ നമ്മളൊക്കെ ആത്മാവ് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ജീവിച്ചാൽ ഈ ഭൗതിക ജീവിതം, ഈ ലോക ജീവിതം പോലും നമുക്ക് സംതൃപ്തി നൽകുന്നില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും അനുഭവമാണ്. നമ്മളൊന്ന് നമ്മുടേതായ മാത്രം സ്വാർത്ഥതയിൽ പോയാൽ ജീവിതം നമുക്ക് കൈമോശം വരും, ആനന്ദമില്ല, സന്തോഷമില്ല. അപ്പോൾ അതുകൊണ്ട് ആത്മരക്ഷ അത് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും, വിശ്വാസികളായ സകല മനുഷ്യരുടെയും ആത്യന്തിക ലക്ഷ്യമാണ്. അപ്പോൾ ആ രക്ഷയെക്കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുന്നത്. ആ രക്ഷയിലേക്കാണ് സഭ നമ്മെ നയിക്കുന്നത്. അതിന് യേശുവിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ ദൈവിക വെളിപാട് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ സ്വീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അന്തസത്ത നമ്മൾ ഉൾക്കൊള്ളുകയും രക്ഷയിലേക്ക് നമ്മൾ നയിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ രക്ഷ പ്രദാനം ചെയ്യാൻ വന്ന യേശു ക്രിസ്തു സത്യമായും ഈ ലോകത്തിലുള്ള മറ്റെല്ലാ നേതാക്കന്മാരെക്കാളും വ്യത്യസ്തനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. താങ്ക് യു.